കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇതൊന്ന് വാങ്ങാന്നുള്ളത്. കാരണം വീട്ടിലുള്ളത് ആകെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളോട് പറഞ്ഞിട്ടില്ല, എനിക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം വാങ്ങിക്കുന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ടൗണിലേക്ക് ഡോക്ടറെ അടുത്ത് പോയതായിരുന്നു. തിരിച്ച് വരുമ്പോഴാണ് ശ്യാമേട്ടൻ കടയിൽ കയറിയിട്ട് ഇത് വാങ്ങിക്കാൻ കയറിയത് കേട്ടോ. ആരാണ് ഞാനും അറിയുന്നത് ഇങ്ങനെ ഒന്ന് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള കാര്യം, ഇന്ന് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കേട്ടോ. മക്കളോട് എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പറഞ്ഞ ഒരാൾ വരുന്നുണ്ട്, ഒരു ഗസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ സർപ്രൈസ് എടുപ്പിച്ച് വെച്ചു കേട്ടോ. രണ്ടാൾക്ക് ഇത് കണ്ടപ്പം ആകെ ദേഷ്യം പിടിച്ചു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു പറ്റിച്ചു എന്നൊക്കെയുള്ള പരാതികളായിരുന്നു. പിന്നെ പുതിയ കട്ടിൽ ഞങ്ങൾക്ക് വാങ്ങിയതിൻ്റെ ഒരു ചെറിയ കുശുമ്പും കൂടി ഇല്ല കേട്ടോ. രണ്ടാൾക്ക് നല്ല കുശുമ്പുണ്ടായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സംസാരത്തിൽ. അന്നേരം പിന്നെ വാങ്ങിച്ചപ്പം കുറച്ച് നല്ല തന്നെ വാങ്ങിച്ചു കേട്ടോ. കാരണം എപ്പോഴെപ്പോഴും വാങ്ങിക്കാൻ പറ്റുന്ന സംഭവം അല്ലല്ലോ. അന്നേരം വാങ്ങിക്കുമ്പോൾ നല്ല തന്നെ വാങ്ങിച്ചു. കുറേ നാളായി ഞങ്ങളെ കട്ടിൽ ചെതൽ പിടിച്ചിട്ട് കാലൊക്കെ ഒരു വശം ചെരിഞ്ഞാണ് കേട്ടോ ഇരിപ്പ് തുടങ്ങിയിട്ട്. അന്നേരം ശ്യാമേട്ടൻ കുറേ ആയി പറയുന്നൊരു കട്ടിൽ വാങ്ങിക്കണം എന്ന്. പിന്നെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഫിറ്റാക്കിയത്. കാരണം അകത്തുള്ളതെടുത്ത് മാറ്റാനും അവിടെ വൃത്തിയാക്കാനൊക്കെ അവർ വന്നപ്പോൾ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ ശ്യാമേട്ടൻ പറഞ്ഞു ഞങ്ങൾ തന്നെ ഫിറ്റാക്കിക്കോളാന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനും ശ്യാമേട്ടനും കൂടെ തന്നെയാണ് കേട്ടോ ഫിറ്റാക്കിയത്. അപ്പോൾ കുട്ടിക്ക് കട്ടിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ആൾ കയറലും ഇറങ്ങലും ഭയങ്കര പരിപാടികളായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളെ കട്ടിൽ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ബൈ.